ഇവിടെ ഞാൻ ചേമ്പ് കഴുകി നല്ലപോലെ വൃത്തിയായി കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു, അഴുക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളപ്പിച്ച് വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇതിനെ തൊലി പെട്ടെന്ന് പൊളിയാൻ എളുപ്പമുണ്ട്. ഈ ചേമ്പ് ഊറ്റിക്കളഞ്ഞിട്ട് നമ്മളിത് എടുത്ത് ഫ്രീസറിൽ വെക്കും. ഫ്രീസറിൽ വെച്ച് കഴിയുമ്പം തണുത്ത് വന്നു കഴിയുമ്പം ഇതിൻ്റെ തൊലി പൊളിക്കാൻ എളുപ്പമുണ്ട്. പിന്നെ ഇത് നമ്മൾ എണ്ണയ്ക്കകത്തിടുമ്പോൾ അളിഞ്ഞു പോകത്തില്ല. അപ്പം നല്ലൊരു അതേപോലെ തന്നെ മസാലയെല്ലാം പിടിച്ച് വരും, പക്ഷെ അളിഞ്ഞു വരാതെ ഇരിക്കും. അതുകൊണ്ട് ഒന്ന് ഫ്രീസറിൽ വെച്ച് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ നാളെ ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് അത് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ രാത്രിയിൽ വൈകിട്ടത്തേന് ഉണ്ടാക്കാനാണെങ്കിലും ഓക്കെ. അല്ലെങ്കിൽ രാവിലെ തന്നെ ചെയ്ത് വെക്കുവാണെങ്കിൽ ഉച്ചക്കത്തേന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒന്ന് പെരുംജീരകം, ഒരു ശകലം, ഒരു ജീരകം, പിന്നെ അയമോദകം, കായം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തത് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കായപ്പൊടി ഒരു ശകലം ഇട്ടാൽ മതി, കുറച്ചിട്ടാൽ മതി. ഞാനത് ഇടും. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ എണ്ണ ഞാൻ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുകെണ്ണ ഞാൻ ഈ എണ്ണയാണ്. കടുകെണ്ണ ഒഴിക്കുകയാണ്. ഇതിനകത്ത് ഗ്യാസ് ഓണാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ശകലം കടുകെണ്ണ കുറച്ച് മതി, കുറച്ച് ഇത് ഒഴിച്ചു. ഇതിന് ചൂടായി കഴിയുമ്പോൾ നല്ലപോലെ പുക വരുമ്പം ഇതിൻ്റെ ആ സ്മെല്ല് അങ്ങ് പോകും. സ്മെല്ല് പോയി കഴിയുമ്പോൾ ഇത് നമുക്ക് നല്ല ടേസ്റ്റ് ആവും. കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ്. ഒരു സ്പൂണെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും വേണ്ട. കാരണം നമ്മൾ എന്താ പറയുന്നത്, ഇത് ചേമ്പിൻ്റെ ആയതുകൊണ്ടേ ഇതിന് ഇച്ചിരി ഗ്യാസൊക്കെ പിടിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് ഇത് ഇതിനകത്ത് അയമോദകം ഇടുന്നത്. പിന്നെ കായം, ഇത്തരം സാധനങ്ങൾ ഇട്ട് കഴിയുമ്പോൾ നമുക്കത് നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്യാൻ. ഞാൻ ആദ്യം ചൂടായി കഴിഞ്ഞു, ഇത് പുക വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇതിടുകയാണ്. അപ്പം ഗ്യാസ് സ്ലോയിൽ വെച്ചു. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേനും ഞാൻ അതിനകത്തോട്ട് ഈ വിത്തുകൾ, ചേമ്പൻ വിത്ത്, ഞാൻ അത് ശരിക്കും പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് ഇടും. പൊട്ടിക്കഴിഞ്ഞു. അത് കരിയുന്നതിന് മുന്നേ നമ്മൾ ഇതിലോട്ട് ഇതിട്ട് കഴിഞ്ഞ് ഞാനിതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇനി ഉപ്പിടും. ഉപ്പ് ആവശ്യമാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടി ആവശ്യാനുസരണം ഇടണം. കൂടിയും പോകരുത്. അപ്പം അത് നമ്മളുടെ അളവനുസരിച്ചിട്ടാൽ മതി. പിന്നെ മുളക് പൊടി ഞാൻ കാശ്മീരി മിർച്ച് പൗഡർ ആയതുകൊണ്ട് ഒരു സ്പൂൺ ഞാൻ ഇടുകയാണ്. ഇതെല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് ഇളക്കി അടച്ച് വെച്ചാൽ മതി. അടച്ച് വെച്ച് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. കാരണം ഇത് ഞാൻ ശരിക്കും വേകുന്നതിന് മുന്നെയാണ് തിളപ്പിച്ച് ഊറ്റിയെടുത്തത്, അതിൻ്റെ തൊലി പൊളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കാരണം കൊണ്ട് ഇത് ഒത്തിരി വെന്തിട്ടില്ല. അപ്പം ഇത് ചീനച്ചട്ടിയിൽ ഇരുന്നാണ് ഇനിയും വേകാൻ പോകുന്നത്. അപ്പം ഞാനിതിന് അടപ്പ് വെക്കുവാണ്. ഇവിടെ ഞാനിത് അടപ്പ് വെച്ച് അടച്ചു. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ തുറന്ന് നോക്കണം. ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിഞ്ഞ് നമുക്കിത് കുറേ കഴിയുമ്പം വേവ് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്പൂണും കൊണ്ട്, തവി കൊണ്ട് നമ്മളൊന്ന് മുറിച്ച് നോക്കിയാൽ മതി. മുറിയുകയാണെങ്കിൽ അത് വെന്തെന്നാണ് അതിനർത്ഥം. അത് ഇച്ചിരി സമയം എടുക്കും. ഒത്തിരി സമയം വേണ്ടതാനും. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇളക്കി കൊടുത്ത് ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഡിന്നറിന് ഉപയോഗിക്കാം, ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാം. പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കുന്നവർക്ക് ഉപയോഗിക്കാം. പിന്നെ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കണമെങ്കിൽ അത് ഓക്കെ. പക്ഷേ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നവർക്ക് ഒന്നുകൂടെ എളുപ്പമാണ്, നല്ലതാണ്. അപ്പം ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റുമാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. റെഡിയാവും പെട്ടെന്ന്. അപ്പം ഞാനിത് അടപ്പ് തുറന്ന് നോക്കിയിട്ട് ഇത് ഓൾറെഡി വെന്ത് കഴിഞ്ഞു. ഉടച്ച് നോക്കാം. വെന്തെങ്കിൽ നല്ലപോലെ മുറിഞ്ഞ് വരും. ഇതൊരു ശകലം കൂടെ വേകണം. അപ്പം ഒന്നുകൂടി ഒന്ന് വെച്ചേക്കാം.
ഇവിടെ നമ്മളുടെ ചേമ്പ് വെന്ത് കഴിഞ്ഞു. ഇത് വെന്ത് കഴിഞ്ഞു. അപ്പം ഞാനിത് നിർത്തി വയ്ക്കുവാണ്. ഗ്യാസ് നിർത്തി വെച്ചു. ചേമ്പ് നമ്മളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഒരു വേവ് ശരിയാണ്. ഇതാണ് ചേമ്പ് ഫ്രൈ ചെയ്തത്. ഇത് നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ടുണ്ടാക്കാം. ഇത് ഒരു പകുതി വേവാകുന്നിടം വരെ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളൻകിഴങ്ങൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഉരുളൻകിഴങ്ങും സെയിം രീതിയിൽ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുക. അത് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പച്ചയായിട്ട് നമ്മൾ മുറിച്ച് ഇങ്ങനെ തന്നെ സെയിം ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ലൊരു നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇതൊരു ആക്ച്വലി ഇത് ഡൽഹി സ്റ്റൈലാണ്, നോർത്ത് സ്റ്റൈലാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എല്ലാവരും നോക്കണം. ഓക്കെ.